അപ്പോഴേ വളരെ ലേസി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, എനിക്ക് വിശപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ വിശപ്പുള്ള സമയത്ത് ഞാൻ എഴുന്നേറ്റ് വന്നില്ല. കുറേ നേരം കഴിഞ്ഞ് വിശപ്പ് സഹിക്കാൻ പറ്റാതായപ്പോഴാണ് ഞാൻ എഴുന്നേറ്റ് വന്നത് തന്നെ. അപ്പം തന്നെ ആ കാര്യം മനസ്സിലായില്ലേ, ഇന്നൊരു ലേസി ഡേ ആണ് കേട്ടോ. പക്ഷേ എന്നാൽ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യുകയും വേണം, എല്ലാം ഓർഡറായിട്ട് ചെയ്യുകയും വേണം. അപ്പോൾ അടുക്കളയിലേക്ക് വന്ന ഉടനെ തന്നെ ഞാനെല്ലാം ഒന്ന് തൂത്ത് തുടച്ച് ഇടുന്നുണ്ട്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കറി ഉണ്ടായിരുന്നു. അപ്പോൾ കറി ഒന്നും കൂടെ ചൂടാക്കി, ചൂട് പോയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും കൂടെ ചൂടാക്കിയിട്ടാണ് ഞാൻ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കഴിക്കുന്നത് ബ്രെഡും കടലക്കറിയും കൂടെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ബ്രെഡിൻ്റെ കൂടെ പുട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പുട്ട് കഴിച്ച് കഴിഞ്ഞാൽ നെഞ്ചെരിയും. എല്ലാ ആളുകൾക്കും പുട്ട് കഴിച്ച് കഴിഞ്ഞാൽ നെഞ്ചെരിയും. എല്ലാവർക്കും ഉണ്ടോയെന്നറിയത്തില്ല, എനിക്കങ്ങനെയാണ് കേട്ടോ. പുട്ട് കഴിച്ച് കഴിഞ്ഞാൽ നെഞ്ചെരിയും. എന്നാൽ ഗോതമ്പ് പുട്ടാണെങ്കിൽ ഓക്കെയാണ് കേട്ടോ. അപ്പോഴുണ്ടല്ലോ, ഇന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ ബാക്കിയും കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ഇന്ന് തന്നെ ചെയ്ത് തീർക്കണം. അപ്പോൾ രാവിലെ തന്നെ ഞാൻ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്ന എല്ലാം എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടാണ്, അതായത് ഐസ് പോലെ ആയിട്ടുണ്ടായിരുന്നു ചിക്കൻ എല്ലാം കൂടെ. അപ്പോൾ അത് എടുത്ത് വെള്ളത്തിലിട്ടിട്ടാണ് ഞാൻ കഴിക്കാനായിട്ടുള്ളതെല്ലാം റെഡിയാക്കിയത് കേട്ടോ. പിന്നെ എല്ലാം പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യണമല്ലോ. നമുക്കങ്ങനെ മടി പിടിച്ചിരിക്കാൻ പറ്റാത്ത സാഹചര്യമായത് കാരണം നമ്മളെല്ലാം തന്നെ ചെയ്യണം. കാരണം നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇത്തിരി നമ്മുടെ ലേറ്റായെന്ന് പറഞ്ഞാലും ഈ ദിവസങ്ങളിൽ നമുക്ക് മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തു വെക്കേണ്ടതുള്ളത് കൊണ്ട് നമ്മളെല്ലാം അങ്ങനെ തന്നെ ചെയ്തു വെക്കും കേട്ടോ. എല്ലാ വീട്ടിലെയും അടുക്കളയ്ക്ക് മാത്രം ഒരിക്കലും ഒരു റെസ്റ്റ് ഉണ്ടാകില്ല. കാരണം അടുക്കള എപ്പോഴും നല്ല ആക്റ്റീവായിട്ടിരിക്കണം. എന്നാൽ മാത്രമേ വീട്ടിലുള്ളവരുടെ ആരോഗ്യവും കൂടെ നന്നാവുള്ളൂ. അതുകൊണ്ടിട്ട് ഇപ്പം ഞാൻ എന്തായാലും ബ്രെഡ് ഒന്ന് കഴിച്ചിട്ട് ബാക്കി പരിപാടിയിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാം ഞാനവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് കഴിച്ചാൽ കൂടി മതിയായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഹാളിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഞാനത് കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ അടുത്ത പരിപാടിയിലേക്ക് പോകുന്നത്. അപ്പം നമ്മളുടെ വീട്ടിൽ ഈ രാവിലത്തെ ദിവസം ഇങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ആ ഒറ്റയ്ക്കുള്ള സമയത്ത് ഞാൻ എൻ്റേതായ പണികളെല്ലാം പെട്ടെന്ന് തന്നെ തീർത്ത് വെച്ചിട്ട് അടുക്കളയിലെ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുമായിരുന്നേ. അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്ത് തീർക്കണം. അപ്പം വീട്ടമ്മമാരായ ആളുകൾക്ക് എപ്പോഴും ഒരുപാട് ജോലികളുണ്ടെന്ന് പറഞ്ഞാൽ തന്നെയാണല്ലോ, അതെല്ലാം നമ്മൾ ഓർഡറിൽ ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ കഴിയും. പിന്നെ ഇന്നിത്തിരി ലേറ്റായി പോയത് കാരണം കുറച്ച് എന്താ പറയുക, മടിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ രാവിലെയൊക്കെ എഴുന്നേറ്റ് വന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് മടി എന്ന് പറയുന്നത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നൊരു സംഭവമാണ് കേട്ടോ. നമ്മുടെ ശരീരം അതിനോട് അക്സെപ്റ്റ് ആവാത്തത് കൊണ്ട് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും ഒരു ക്ഷീണവും ഒക്കെ ആകുമ്പോഴത്തേന് നമുക്ക് എഴുന്നേറ്റ് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലാതെ വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. പിന്നെ ഇത്തിരി തടി കൂടുതലാണ് എന്നുള്ളതും ഒരു കാരണം തന്നെയാണ് രാവിലെയൊക്കെ എഴുന്നേറ്റ് വരാൻ വേണ്ടിയിട്ട്. എന്തായാലും നമുക്ക് കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ടിട്ട് നമ്മൾ തന്നെ എല്ലാം തന്നെ രാവിലെ തന്നെ റെഡിയാക്കും കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ആദ്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ ആദ്യമേ തന്നെ കഴുകി വെച്ച് ആ അടുക്കള ഒന്ന് ആദ്യമേ നീറ്റാക്കി ഇട്ടിട്ടാണ് ഞാൻ മറ്റ് കുക്കിങ്ങിലേക്ക് കടക്കുന്നത്. കാരണം അടുക്കളയിൽ ഇങ്ങനെ പാത്രങ്ങൾ കിടക്കുന്നതും അതുപോലെ തന്നെ വേസ്റ്റ് കിടക്കുന്നതും ഒരുപാട് മെസ്സിയായിട്ട് കിടക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ല. നീറ്റായിട്ട് കിടന്നിട്ട് വേണം നമ്മളവിടെ വർക്ക് ചെയ്യുമ്പോഴത്തേനും നമുക്കൊരു ഭയങ്കര സന്തോഷമാണ്, സംതൃപ്തിയാണ്. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സമയം നമ്മൾ ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ ഇരിക്കുമ്പോഴേ നമ്മളിങ്ങനെ പാട്ടൊക്കെ കേട്ട് ജോലി ചെയ്യുമ്പോൾ നല്ല ഒരു പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ദിവസമായിരുന്നു അന്ന്. മടി ആദ്യം പിടിച്ചെങ്കിലും പിന്നെ ഞാൻ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഓക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഉച്ചക്കത്തേക്കുള്ള പരിപാടിയിലേക്ക് കടന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ എല്ലാം. അപ്പം നമ്മൾ തന്നെ ഓർഡറിലെല്ലാം ചെയ്തു പോകണം. അതുകൊണ്ടിട്ട് നമ്മൾ തന്നെ എല്ലാം നീറ്റാക്കി എല്ലാം ഓക്കെ ആയതിന് ശേഷമാണ് ഞാൻ എൻ്റെ കുക്കിംഗ് പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ.
അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ റൈസ് ഉണ്ടാക്കാനായിട്ടാണ് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ റൈസ് ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ ഒരു ചെറിയ അച്ചാറുണ്ട്, അപ്പോൾ അച്ചാറും കൂട്ടി മതി എന്ന് വിചാരിച്ചു. അതാകുമ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഞാൻ എന്താ പറയുക, പെട്ടെന്ന് ഒരു ബിരിയാണി പോലെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു, അപ്പോൾ അതിനകത്തേക്ക് ഒരു കിഴങ്ങും കൂടെ ഞാൻ ആഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ആ കിഴങ്ങ് എല്ലാം സെറ്റാക്കി വെച്ചിട്ട് ഇനി അതും കൂടെ ഞാൻ അതിനകത്തേക്ക് ഇട്ടിട്ട്, അപ്പം നമുക്ക് കുറച്ച് വെജിറ്റബിൾ എക്സ്ട്രാ വരുമല്ലോ അതിനകത്തേക്ക്. അപ്പോൾ ഇച്ചിരി പ്രോട്ടീനും ഇച്ചിരി എന്താ പറയുക നന്നായിട്ടിരിക്കുമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ഒരു കിഴങ്ങും അതുപോലെ തന്നെ 2 സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മസാല ആയിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇത്രയും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കുറച്ച് മസാല എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഗരം മസാല ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇട്ടിട്ടാണ് ഞാൻ ചിക്കൻ റെഡിയാക്കിയത്. ആദ്യമേ തന്നെ ഞാൻ ഈ പൊട്ടാറ്റോ എല്ലാം കൂടെ നന്നായിട്ട് ചെറിയ ചെറിയ പീസാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി എന്നിട്ട് എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ട് തക്കാളി മാത്രം ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ റൈസ് അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ റൈസ് ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചിക്കൻ്റെ കൂടെ ഈ കിഴങ്ങിട്ടിട്ട് അത് മാഗ്നേറ്റ് ചെയ്തിട്ട് അത് ഞാൻ ആദ്യമേ തന്നെ വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം അത് ഒരു 10-20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മളിത് സവാള എല്ലാം കൂടെ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും കേട്ടോ. പെട്ടെന്ന് അരിഞ്ഞ് കിട്ടുമ്പോൾ ഞാൻ ഈ ഒരു ചോപ്പറിനകത്തിട്ടിട്ടാണ് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ചോപ്പറിലിട്ടിട്ടാണ് ഞാൻ ഈ സവാള അരിഞ്ഞെടുക്കുന്നത്. തന്നെയല്ല ഇപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഈ കണ്ണെരിയുന്നത് കാരണം ഞാൻ പെട്ടെന്ന് പണി തീർക്കാൻ വേണ്ടിയിട്ട്, രാവിലത്തെ സമയമാണെങ്കിലും പെട്ടെന്ന് പണി തീർക്കാൻ വേണ്ടിയിട്ട് ഈ ചോപ്പറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജോലി ഈസി ആകും കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അരിഞ്ഞ് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ റൈസ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഒന്നും ഷെയർ ചെയ്യുന്നില്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുവിധം എല്ലാവരും കുക്കിങ്ങൊക്കെ അറിയാവുന്ന ആളുകളാണ്. പിന്നെ ഈ ന്യൂ ആയിട്ട് വരുന്ന കുട്ടികൾക്ക് മാത്രം അതിനകത്ത് ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. സാധാരണ വീട്ടമ്മമാരെക്കെല്ലാം അത്യാവശ്യം പൊടിക്കൈകളൊക്കെ അറിയാവുന്ന ആ വീട്ടമ്മമാരാണ് നമ്മളുടെ നാട്ടിലുള്ളതെല്ലാം. അപ്പോഴേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണേ. അപ്പോൾ ഞാനൊരു സാരിയുടെ പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പേജായിട്ട് വെബ്സൈറ്റായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ കുറച്ച് ഓർഡേഴ്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് വാട്സപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പ് ത്രൂ ഞാൻ നമ്പർ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ വാട്സപ്പ് ത്രൂ ഓർഡർ എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സാരി വേണ്ടുന്നവരുള്ളവർക്ക് ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഞാൻ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സാരീസൊക്കെ വേണമെന്നുള്ളവർ അങ്ങനെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ പാട്ട് വെക്കാനും മറന്നിട്ടില്ല, കാരണം നമ്മുടെ കുക്കിംഗ് നടക്കുന്നതോടൊപ്പം തന്നെ നമുക്കൊരു എൻജോയ്മെൻറ്റാണ്. നമ്മൾ ആരോടെങ്കിലും സംസാരിക്കുക, അതുപോലെ തന്നെ പാട്ടുകൾ കേൾക്കുക, നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. ഞാൻ ഒറ്റയ്ക്കാകുമ്പോൾ ഉണ്ടല്ലോ എല്ലാ പണികളും പെട്ടെന്ന് തീർക്കും കേട്ടോ. എനിക്കിങ്ങനെ നമ്മൾ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും വന്ന് അത് ചെയ്യണം ഇത് ചെയ്യണമെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നടപടിയാകില്ല. ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് അടുക്കളയിൽ നിന്നിങ്ങനെ പാട്ടൊക്കെ കേട്ട് കുക്ക് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് റൈസ് റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം കുറച്ച് പരിപാടി വേറെയുണ്ട്. നമ്മൾ തുണിയൊക്കെ കഴുകിയിട്ടിട്ടുണ്ട്, അപ്പോൾ അതെല്ലാം ഒന്ന് വിരിച്ചിടണം. അപ്പോൾ റൈസ് ആദ്യമേ തന്നെ നമ്മളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ അതെല്ലാം കൂടെ ചെയ്ത് വെക്കണമല്ലോ, ഒന്നൊരു ദിവസം കൊണ്ടെല്ലാം നമുക്ക് റെഡിയാക്കണം. അപ്പോൾ നമ്മുടെ കുറേ തുണി കഴുകാനിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം തുണി എല്ലാം സെറ്റായി കിടപ്പുണ്ട്. പിന്നെ അതെല്ലാം എടുത്തുകൊണ്ട് പോയിട്ട് നമുക്കതൊന്ന് വിരിച്ച് സെറ്റാക്കി ഇടണം. ഉണങ്ങുന്നത്
പതുക്കെ ഉണങ്ങിയാൽ നമ്മളത് 2 ദിവസം കിടന്നിട്ടാണ് തുണിയെല്ലാം ഉണങ്ങി കിട്ടുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇപ്പം മഴ പെയ്യുന്നുണ്ട്. രാത്രി കാലങ്ങളിൽ മഴയുള്ളത് കാരണം തണുപ്പടിച്ച് അപ്പോൾ ഒരു ദിവസം കൂടെ കിടന്ന് വൈകുന്നേരം എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓൾറെഡി നമ്മളവിടെ തുണി നമ്മൾ 2 ദിവസം മുന്നേ തുണി കഴുകി ഇട്ടതുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ആദ്യമേ എടുത്ത് മാറ്റിയിട്ടാണ് നമ്മൾ പിന്നെ ചെയ്യുന്നത് കേട്ടോ. കാരണം നമ്മൾ താമസിക്കുന്ന ഏരിയയിൽ നമുക്കൊരു ചെറിയ പോർഷൻ മാത്രമേ ഉള്ളൂ നമുക്ക് തുണി വിരിക്കാനായിട്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ റെഡിയാക്കി കൊണ്ടുവന്ന് 2 ദിവസം അവിടെ ഇട്ടേക്കും. എന്നാൽ മാത്രമേ അത് ഉണങ്ങി സെറ്റാവുള്ളൂ. അതിനുശേഷം വന്നിരുന്ന് തുണിയെല്ലാം മടക്കി നീറ്റാക്കി വെച്ചിട്ടാണ് നമ്മളിന്ന് അടുത്ത ജോലിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യില്ല എന്ന് വിചാരിച്ചാലും നമുക്കത് ചെയ്ത് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. വീട്ടമ്മമാരായ ആളുകൾക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ എത്ര വയ്യാന്ന് പറഞ്ഞാലും എത്ര മടി പിടിച്ചെന്ന് പറഞ്ഞാലും നമ്മളായിട്ട് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മളായിട്ട് തന്നെ ചെയ്ത് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതൊരു ഓർമ്മപ്പെടുത്തൽ തന്നെയാണ്. അതൊരു സത്യമായ കാര്യം കൂടിയാണ്. അതുകൊണ്ടിട്ടാണ് നമുക്ക് എന്താ പറയുക വയ്യാണ്ടിരുന്നാലും നമ്മളിതെല്ലാം ചെയ്യണമെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഒരു കൂട്ടവും കൂടി ഉണ്ട്. അപ്പം നമുക്ക് അത് റെഡിയാക്കാം കേട്ടോ. ആ റെഡിയാക്കുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി കഴിയും കേട്ടോ. എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായത് കാരണം ഞാനതെല്ലാം പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഒത്തിരി ലെന്തിയായി പോയി എന്നെനിക്കറിയാം. എന്നാലും അപ്പോൾ മറക്കണ്ട കേട്ടോ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിലും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. കഴിഞ്ഞ ആഴ്ചയിൽ കുറച്ച് വീഡിയോസൊക്കെ ഡിലേ ആയിരുന്നു, ഇടാൻ പറ്റിയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്ന കാരണം എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ വീഡിയോ ഒന്നും ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇനി കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോസൊക്കെ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ചാനലിൽ സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ദിവസം, ഇങ്ങനെയായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ദിവസം ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഞാൻ ഈ ചക്കയിലാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ അതുപോലെ തന്നെ മറക്കണ്ട കേട്ടോ, ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾ പുതിയ റെസിപ്പികളൊക്കെ വരുന്നത് ഷോർട്സായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു സന്തോഷമല്ലേ മനസ്സിന്. അപ്പം മറക്കണ്ട കേട്ടോ, ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.